ഐ മീൻ സെക്കുലറിസം. സെക്കുലറിസത്തിന്റെ പ്രൊവിഷൻ അനുസരിച്ച് ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു പൗരനാക്കുന്നതോ പൗരനാക്കാതിരിക്കുന്നതോ അയാളുടെ റിലീജിയന്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാര്യത്തിലായാലും അങ്ങനെയാണ്. അങ്ങനെയുള്ള നിയമങ്ങളും വരാൻ പാടില്ല, അങ്ങനെയുള്ള നിയന്ത്രണങ്ങളും വരാൻ പാടില്ല. പക്ഷെ ഇത് എന്താണ് ഈ കൊലപാതകം നടത്തുന്നതെന്ന് ചോദിക്കുമ്പം ലോകം മുഴുവൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭീകരവാദത്തിന് മതമില്ല, മതവുമായിട്ട് ബന്ധമില്ല, മതം ചക്രയാണ്, മതം അടിപൊളിയാണ്, മതത്തിൽ അങ്ങനെയല്ല പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വൈറ്റ് വാഷിങ്ങിൽ വിശ്വസിച്ചിരുന്ന യൂറോപ്യൻ ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള ലിബറലായിട്ട് അമേരിക്കയിലും ഒക്കെ ഇത് തന്നെ വരാൻ പോകുന്നത്. അവർ പറയുന്നത് ഇതല്ല, ഈ മതമാണ്. അതാണ് ഈ ലെഫ്റ്റ് ദേ വിൽ ടേക്ക് ടൈം, ബട്ട് സ്റ്റിൽ ഇതാണല്ലോ കാരണം. എന്തിനാണ് ഈ ബോണ്ടേ ബീച്ചിൽ വന്ന മനുഷ്യർക്ക് നേരെ പാകിസ്ഥാൻ വംശജൻ എന്ന് പറയപ്പെടുന്ന 2 പേര് ഇരുന്ന് തലങ്ങും വിലങ്ങും വെടിവെച്ച് ആരെന്നോ എന്തെന്നോ അറിയാത്ത മനുഷ്യരെയാണ് കൊല്ലുന്നത്. അതിനവർ പറയുന്നത് എവിടെയോ ഉള്ള ഗാസിൽ അവരുടെ ആളുകളെ ബോംബ് ചെയ്തു എന്നാണ്. എന്താണിത്? വളരെ സ്കേറ്റഡ്. ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഘടകം എന്താണ്? ആ തോക്കാണോ? അല്ല. ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഈ മതം എന്ന് പറയുന്ന ദോശയുടെ ദായാണ് മതം. ഈ സാധനം കയറിയത് കൊണ്ട് മാത്രമല്ലേ ഇവർ ഇങ്ങനെ ചെയ്തത്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ അതൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങൾ. ഇതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ആളുകൾ തന്നെ വന്ന് പറയുന്ന മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല. മതം വളരെ ചക്കര സാധനമാണ്. ഇത് വസ്തുത ഇതാണ്, എലഫന്റ് ഇൻ ദ റൂം. അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ നേരിടുക, അല്ലാതെ വേറെ രക്ഷയില്ല. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത് ഇസ്ലാം ആസ് എ റിലീജിയൻ. അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തള്ളുക, അല്ല മറിച്ച് മറുവാദവും വീരവാദവും ഇരവാദവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആക്ച്വലി അവർ പ്രൊമോട്ട് ചെയ്യാണ് ഓരോ ഇരവാദവും. ഇതിനെ തള്ളുകയല്ല ചെയ്യുന്നത്, ഇതിനെ റിജക്റ്റ് ചെയ്യുന്നതല്ല. ഒരു ഭീകരനെയും ഒരു മഹൽ കമ്മിറ്റിയും പുറത്താക്കിയിട്ട് റെക്കോർഡില്ല. വേണേ നിങ്ങൾ എന്താ പറയുക, വേറൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളെ പുറത്താക്കിയേക്കും. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ വേണേൽ പുറത്താക്കിയേക്കും. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു കുറെ പൊട്ടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ് ഒരുത്തനെയും ഒരു മഹൽ കമ്മിറ്റിയിൽ നിന്നും ഒരു ഇതിൽ നിന്നും പുറത്താക്കുന്നില്ല. വേറെ പ്രസ്താവനയൊക്കെ ഉണ്ടാവും. അത് എന്നിട്ട് പറയും അയ്യോ പൊറുക്കണേ ഞാൻ വെറുതെ തക്കി അടിച്ചാണെന്ന് വേറൊരു പ്രസ്താവന നടത്തിയ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ മതി. അക്കോർഡിംഗ് ടു ദം മൊത്തം തക്കിയാണ്. ആ ഒരു നിലപാട് മാറ്റിയല്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്റേണൽ ആയിട്ട് നവീകരണ പ്രസ്ഥാനങ്ങളും മനുഷ്യനോട് ആഭിമുഖ്യമുള്ള ചിന്തയും ഈ മതങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ ഇത് മാറൂ.